സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അതായത് വേടന്റെ റിലവൻസ് ഇവിടെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് വരച്ചു കാണിക്കുന്ന തരത്തിലുള്ള നമ്മുടെ മീനാക്ഷി എന്ന് പറയുന്ന ഒരു യുവനടി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പുള്ളിക്കാരി അതിനെപ്പറ്റി എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ മീനാക്ഷി എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ മുതൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം നമ്മൾ ജാതിയുടെ അതിർവരമ്പുകളെ പറ്റി പഠിക്കുന്നുണ്ട്, ഒരു ശ്രേണി പഠിക്കുന്നുണ്ട് അല്ലേ. ക്ഷൈത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറയുന്ന തരത്തിലൊരു ശ്രേണി പഠിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യകത എന്താണെന്നായിരുന്നു നമ്മുടെ മീനാക്ഷി എന്ന് പറയുന്ന ആ സിനിമാ നടി അല്ലെങ്കിൽ മീനാക്ഷി എന്ന് പറയുന്ന ആ പെൺകുട്ടി ചോദിച്ചത്. അപ്പൊ ആ ചോദ്യങ്ങളിൽ മീനാക്ഷി മുന്നിലേക്ക് വെക്കുന്നത് എങ്ങനെയാണ് ദളിത് വിഭാഗം ഉണ്ടായത്, അവരെ ആരാണ് ദളിതരാക്കിയത്, എങ്ങനെയാണ് ദളിതരെന്ന് പറഞ്ഞൊരു വിഭാഗത്തിനെ ഈ രീതിയിലേക്ക് അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്, അങ്ങനെ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് മീനാക്ഷി മുന്നിലേക്ക് വെക്കുന്നത്. അതിന് മീനാക്ഷി പറഞ്ഞൊരു ഉദാഹരണമാണ്. മീനാക്ഷി കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് മീനാക്ഷി വരച്ച് കാണിക്കുന്നത്. മീനാക്ഷി പറയുന്നത് ദളിതരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതറിക്കിടക്കുന്ന കുറച്ച് ആളുകളാണ്. അങ്ങനെ ചിതറിക്കിടക്കുന്ന ആളുകളെ ദളിത് വിഭാഗത്തിൽ കൂട്ടുകയും അവരെ ഒരുമാതിരി അടിയാളന്മാരുടെ വിഭാഗത്തിലേക്ക് ആക്കിക്കൊണ്ട് അവരെ അടിമപ്പണി ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ വലിയ എന്തോ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ചില കൊച്ചമ്മമാരും കൊച്ചച്ഛന്മാരും ചെയ്യുന്ന പരിപാടിയാണെന്നാണ് മീനാക്ഷി പറഞ്ഞത്. മീനാക്ഷി ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദളിതരെ ആരിങ്ങനെയാക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുകൂടി പഠിപ്പിക്കണം. ചരിത്ര പാഠപുസ്തകങ്ങളിൽ ദളിതരെ തെറ്റായി അടയാളപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് മീനാക്ഷി പറഞ്ഞത്. ഇതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു വിഷയങ്ങളിൽ മീനാക്ഷി പറഞ്ഞതിനെയെല്ലാം, അതായത് നമുക്കറിയാം, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായടപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊന്നുകളയുന്ന രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിലെന്നല്ല, കയറി വരാനായിട്ട് ശ്രമിക്കുന്ന ചില ചാണക സംഖ്യകൾ മെഴുകാനായിട്ട് നടക്കുന്നതെന്ന് പറയാം. അപ്പൊ അങ്ങനെ മീനാക്ഷി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മീനാക്ഷിക്കെതിരെയും ഈ സൈബർ പോരാളികൾ, സംഘികളുടെ മിത്രങ്ങൾ മെഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം വേടനെ എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്. വേടൻ പറയുന്നതും വേടൻ പാടുന്നതും വേടൻ എഴുതുന്നതുമെല്ലാം ഇവരുടെ ഉള്ളിലുള്ള ഈ വൃത്തികെട്ട ചിന്താഗതിക്കെതിരെയാണ്. ആരുടെയാണ്? സംഘികളുടെ. ആ വൃത്തികെട്ട ചിന്താഗതികൾക്കെതിരെ എഴുതുമ്പോൾ തന്നെയും വേടനോടുള്ള ദേഷ്യം അത് ഭയങ്കരമായിട്ട് 100 ഇരട്ടിയായിട്ട് അങ്ങോട്ട് കൂടുന്നു. ആ കൂടിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് വേടനെ രാജ്യദ്രോഹിയാക്കിയതും വേടനെ ജിഹാദിയാക്കിയതും വേടനെ LTT വിഭാഗത്തിൽ പെട്ടവനാക്കിയതും വേടന്റെ അമ്മയും വേടന്റെ പെങ്ങളെയും എല്ലാം വൃത്തികെട്ട രീതിയിലേക്ക് പരാമർശങ്ങൾ നടത്തുവാനായിട്ട് പല ആളുകളെ കൂട്ടുപിടിച്ചതും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, മീനാക്ഷി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് മീനാക്ഷി ആരും എന്ന് പറയുന്നില്ല, പെൺകുട്ടി ആയതുകൊണ്ടാണോ പറയാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ ഞാൻ വേറൊരു പോസ്റ്റ് കൂടി കാണാൻ ഇടയുണ്ടായി. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കൊത്തുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. മീനാക്ഷിക്കെതിരെ സംഘപരിവാർ നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. എത്തിയല്ലോ വനമാല. എല്ലാം ഈ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചിരണ്ടി നോക്കിയാൽ പോലും എക്സ്പയറി ഡേറ്റിന്റെ അവസാനം എവിടെ വരെ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിന് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല എന്ന് കാണുന്ന അങ്ങനെയുള്ള ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൻ വന്ന് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ളൊരു സമയമായി, കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഈ സംസാരിക്കുന്നത്. യൂക്ലാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഈ NR മധുവിനെ പോലെയുള്ള, KP ശശികലയെ പോലെയുള്ള, സത്യഭാമയെ പോലെയുള്ള, ഷിനി മധുസൂദനെ പോലെയുള്ള അങ്ങനെ കുറച്ച് ആളുകളാണ് ഇവരൊക്കെ യുവദളം അല്ലെങ്കിൽ നവദളം എന്നൊക്കെ വിളിക്കുന്ന പോലെയുള്ള ആളുകളായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകാന്നേ ഉള്ളൂ. ടക്ക് എന്ന് അടിച്ച് കഴിഞ്ഞാൽ അങ്ങ് നിന്നു പോകും. എന്നാലും ഈ വർഗീയത തുപ്പണം. ഈ ഒരു പ്രായത്തിൽ വല്ല രാമായണോ മഹാഭാരതമോ ഒക്കെ വായിച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ട സമയത്ത് ജാതിയും മതവും ഒക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെ പൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വൃത്തികെട്ട പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ കുറെ കമന്റുകൾ ഞാൻ കണ്ടത് ഒരുപാട് ചിരി, നല്ല കോമഡി ആയിട്ടുള്ള കമന്റുകളാണ്. അതിൽ പറയുന്നത്: ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ദൈവമായ ഒരു കൊച്ചുണ്ടല്ലോ, എന്താണ് അവളുടെ പേര്? അതേത് സിനിമയാണെന്ന് ഞാൻ പ്രത്യേകം പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ, അതിലെ കുട്ടിയെ പറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഒരാൾ രാഷ്ട്രീയ പക്വതയോടുകൂടി സംസാരിച്ചാൽ അപ്പോൾ വരും മത തീവ്രവാദികൾ. വായ അല്ല അളക്കേണ്ടത്, ബുദ്ധിയും വിവരവും പക്വതയുമാണ്. തലയിൽ ചാണകം നിറച്ച് വർഗീയത തുപ്പുന്നവരൊക്കെ വയസ്സെത്ര ആയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ കാര്യവിവരത്തോട് സംസാരിച്ചാൽ പേരിന് പോലും വിവരമില്ലാത്ത വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്ക് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. അപ്പൊ മീനാക്ഷിയെ കൊത്താനായിട്ടും ഒരു കാക്ക വട്ടമിട്ട് പറക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ആ കാക്കയുടെ ചിറകിലെ തൂവലുകളൊന്നും ഇല്ല, എല്ലാം കൊഴിഞ്ഞ് ഒരു പരിധി വരെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ജാതിപ്പൂച്ചയ്ക്ക് മണി കെട്ടാൻ വന്നവനാണ് വേടൻ എന്നാണ് വേടൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയത എന്ന് പറയുന്ന, അല്ലെ മതം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട, അല്ലെ അങ്ങനെയുള്ളവരെ
മതി, അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ മതി എന്നൊക്കെ വിചാരിക്കുന്ന, എന്നൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരുടെയൊക്കെ ഉള്ളിലുള്ള ജാതീയ ബോധത്തിനെ പിടിച്ച് കെട്ടിയിടാനും ചങ്ങലക്കിടാനും വേണ്ടിയിട്ടാണ് വേടൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കലയുമായിട്ട് വന്നത്, റാപ്പായിട്ട് വന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ വന്നപ്പോൾ അയാളെ ഏതൊക്കെ തരത്തിൽ അവഹേളിക്കാമോ അതിന്റെ എല്ലാം അങ്ങേ അറ്റത്തേക്ക് ഇവർ അവഹേളിക്കുകയൊക്കെ ഉണ്ടായി. ഇനി ഇവിടെയും ഈ കുട്ടിയും നേരിടാൻ പോകുന്നത് അത് തന്നെയാണ്. ഒരു നിലപാട് പറഞ്ഞതിന്റെ പേരിൽ എത്ര നാളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നാളും ആ പെൺകുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇനി മുതൽ സിനിമയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംഘികളെ പേടിച്ച് സിനിമ പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവര് തോന്നിവാസങ്ങൾ കാണിച്ച് സെൻസർ കട്ട് ചെയ്യണം, സെൻസർ ബോർഡിനെയും കൂടി ഇങ്ങനെ വരുതിയിലാക്കാനുള്ള പരിപാടികൾ നടത്തും. ഇപ്പോൾ ഹാൽ സിനിമ നമുക്കറിയാം. ഹാൽ സിനിമയിൽ ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ ഭയങ്കര മെഴുകലായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു സംവിധായകൻ അതിനകത്തിലെ ആ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ഭാഗം പോലെ സിനിമയ്ക്ക് ഒരു പൂർണ്ണത ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടൊരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ സിനിമ സെൻസർ കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ആ സിനിമ അതേപോലെ തന്നെ പ്രദർശിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ സംഘികൾക്ക് അന്നനാളത്തിലേക്ക്, വായിലല്ല അന്നനാളത്തിലേക്ക് അങ്ങ് ശരിക്ക് കിട്ടി, നല്ല മറുപടി കിട്ടി. അതായത് ഒരു ബിരിയാണി കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇളകും. പശു ഇറച്ചി ബീഫ് കഴിക്കുന്നുണ്ട് ഇവന്മാർക്ക് ഇളകും. ബീഫ് എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ അമ്മയാണെന്നാണ് അവൻ്റെയൊക്കെ വിചാരം. അപ്പോൾ VSC ചോദിച്ചതുപോലെ അപ്പൊ കാളയും പോത്തുമൊക്കെ ആരാണ്, അവൻ്റെയൊക്കെ അച്ഛനാണോ എന്ന് ചോദിക്കുന്ന പോലെ നമ്മളും ചോദിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. നമുക്കറിയാം ആ വേടൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് വിമുഖത ഉണ്ടായത്? ഒരു വേടൻ സംസാരിക്കുമ്പോൾ ആ വേടൻ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും ഈ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി അവെയർ ആവുകയും വേടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഇൻഫ്ലുവൻസ് ആവുന്നത് കൊണ്ട് തന്നെയും ന്യൂ ജനറേഷനിലുള്ള പിള്ളേർ ഇതെല്ലാം പഠിച്ചിട്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുമല്ലോ എന്നുള്ളൊരു പേടി. ആ പേടിക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ടൊരു ബേസ്മെന്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും. വേടൻ എന്തിനു വേണ്ടിയാണോ സംസാരിച്ചത് അതിവിടെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ അതിൽ വന്നിട്ട് കമന്റ് ഇടുന്നത് കണ്ടു. ഒരു നല്ലൊരു കമന്റ് ഞാൻ കണ്ട എൻ്റെ ഒരു വീഡിയോയിൽ. അതായത് അതിൽ പറയുന്നത്, അതായത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും ജാതി എന്ന് പറയുന്നൊരു സാധനം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനിയും ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ അടിയാളൻ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ നിങ്ങളുടെ അടിമയാക്കി വെക്കാമെന്നുള്ളൊരു ചിന്താഗതി, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി വലിച്ചു കീറപ്പെടുക തന്നെ, വലിച്ചു കീറി കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഇപ്പം വേടൻ വരുന്നതിന് മുൻപ് വരെയും ജാതി എന്ന് പറയുന്നൊരു സാധനം പലരും പറയുന്നുണ്ടായിരുന്നു, ഇല്ലായിരുന്നു എനിക്കറിയില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും ജാതിയുടെ പേരിലുള്ള അടിച്ചമർത്തലുകൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അടിച്ചമർത്തൽ നടക്കുമ്പോഴും അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എത്ര പ്രതികരിച്ചിട്ട് എന്താ കാര്യം അവരുടെ പണമില്ലാത്തത് കൊണ്ട് തന്നെ പണമുള്ളവന്റെ കൂടെയാണ് നിയമവും നിയമ സംവിധാന വ്യവസ്ഥയും എല്ലാം, ഈ സർക്കാരാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി വരുന്നത്. ആ വേടൻ വന്നപ്പോൾ അത് എന്റെ ശബ്ദമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായി ഈ കേരളത്തിൽ തന്നെ. അതായത് വേടൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായിട്ടുള്ള, അല്ലെ എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമ്മൾ കണ്ടു, ജനവിഭാഗങ്ങളെ നമ്മൾ കണ്ടു. അത് അടിച്ചമർത്തപ്പെട്ട, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു തരത്തിൽ അടിച്ചമർത്തലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് വേടനെ ഒരു നായകനാക്കിയും വേടനെ ഒരു നേതാവാക്കിയും കാണുന്നത്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല. കാരണം സത്യം അത് തന്നെയാണ്. വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിലവൻസ് എന്തുകൊണ്ട് ഇവിടെ വേണമെന്ന് മനസ്സിലായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ വേടനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിന് വേടന്റെ ഭാഗത്ത് നിന്ന് വേടൻ ഈ പറയുന്ന ജാതി മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ജാതി എന്തുകൊണ്ട് പറയുന്നു? അയാൾ ഇന്നലകളിൽ അനുഭവിക്കുന്നതും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നതും ഇനി നമ്മുടെ കേരളത്തിലെ തന്നെ കാർന്ന് തിന്നുന്ന വലിയൊരു ക്യാൻസർ അല്ലെ വലിയൊരു വിഷമായിട്ട് വരാൻ പോകുന്ന ജാതി, മതം, വർണ്ണം, വിവേചനം, ഈ കാര്യങ്ങൾക്കെതിരെ തന്നെയാണ് വേടൻ ശബ്ദം ഉയർത്തിയതെങ്കിൽ ആ വേടന്റെ ശബ്ദം ഈ തിരമാല പോലെ അല്ലെങ്കിൽ അലകൾ തല്ലുന്നത് പോലെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇപ്പോൾ ചെറിയൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അല്ലേ? സംഘിക്കുട്ടന്മാരെ, സംഘിമിത്രങ്ങളെ, എന്താ പേടി? അതായത് ഇന്ന് മീനാക്ഷി സംസാരിച്ചു, നാളെ ഇതേപോലെ 10 പേര് സംസാരിക്കും, അതിനുശേഷം ഒരു 20 പേര് സംസാരിക്കും, പിന്നെ 100ആയി. പിന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവർക്ക് ജാതി എന്ന് പറയുന്നൊരു സാധനം അതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ജാതിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സംഘികൾക്ക് എന്താണ് വളർച്ച? സംഘികളുടെ വളമേ അതല്ലേ ജാതി. പിന്നെ ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്തണം, ഇതാണ് സംഘികളുടെ വളം. ആ വളത്തിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ വളക്കൂറിലാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതൊന്നും ഇവിടെ വേണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ റിലവൻസ് ഇല്ലാതായി പോകും. അപ്പൊ ആ ഒരു പേടിയിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഇപ്പം മീനാക്ഷിക്കെതിരെ സംസാരിക്കാനായിട്ട് കാക്ക എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ സടകൊഴിഞ്ഞ സിംഹം എന്ന് വിളിക്കാൻ പറ്റില്ല, ഏതോ ഒരു ചാണകം തീനിയും വന്നിട്ട് ഈ മെഴുകുന്നത്. നീയൊക്കെ വിചാരിച്ച മീനാക്ഷിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല. വേടന്റെ രോമത്തിൽ തൊട്ടോ ഇല്ല. പിന്നെ എങ്ങനെയാണ് മീനാക്ഷിയുടെ രോമത്തിൽ തൊടാൻ സാധിക്കുന്നത്? ഈ വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നവരെ
ഈ തുറുങ്കിലടക്കുന്ന രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിന്റെയൊക്കെ ബീഹാറിലും യുപിയിലും അങ്ങ് ഗുജറാത്തിലും പോയി അങ്ങ് വെച്ചാൽ മതി, അല്ലെങ്കിൽ നിന്റെയൊക്കെ മറ്റിടത്തങ്ങ് വെച്ചാൽ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ നോക്കല്ലേ മോനെ. ഇത് കേരളമാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയാം ജാതി ഉണ്ടോ, മതമുണ്ടോ, വർണ്ണമുണ്ടോ, വിവേചനം ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കണമെന്നും അതിനെ ഏതൊക്കെ രീതിയിൽ പ്രിവെന്റ് ചെയ്യണമെന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.